കൊല്ലം പാരിപ്പള്ളി ചാവർകോട് കശുമാവ് തോട്ടത്തിൽ തെരുവു നായ്ക്കൾ കടിച്ചുകീറിയ നിലയിൽ ജീർണിച്ച മൃതദേഹം കണ്ടെത്തി. ചാവർകോട് ഗംഗാലയം വീട്ടിൽ അജിത് ദേവദാസിന്റേതാണ് മൃതദേഹമെന്നാണ് സൂചന. ഷർട്ട് ഉൾപ്പെടെയുള്ള സൂചനകൾ വെച്ച് ഇത് അജിത്തിന്റെ മൃതദേഹമാണെന്നാണ് അനുമാനിക്കുന്നത്. DNA പരിശോധന ഉൾപ്പെടെ നടത്തിയ ശേഷമേ മൃതദേഹം ആരുടേതാണെന്ന് സ്ഥിരീകരിക്കാനാകൂ എന്നാണ് പോലീസ് പറയുന്നത്. മൃതദേഹം കണ്ടെത്തിയ സംഭവത്തെക്കുറിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പാരിപ്പള്ളി പോലീസ് വ്യക്തമാക്കി. അജിത് ദേവദാസിനെ കഴിഞ്ഞ മാസം 24 മുതൽ കാണാനില്ലായിരുന്നു. കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അജിത്തിനെതിരെ ഏതാനും നാൾ മുമ്പ് ഭാര്യ പാരിപ്പള്ളി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് അജിത്തിനെ കാണാതായത്. റബ്ബർ, കശുമാവ് മരങ്ങളുള്ള തോട്ടത്തിലെ ഒഴിഞ്ഞ പുരയിടത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കഴുത്തിൽ കുരുക്കിട്ടതിന്റെ സൂചനകൾ ഉണ്ടായിരുന്നു. കയർ പൊട്ടി മൃതദേഹം നിലത്ത് വീണതാണെന്ന് കരുതുന്നു. കണ്ടെത്തുന്ന സമയത്ത് മൃതദേഹത്തിന് 20 ദിവസത്തിലധികം പഴക്കമുണ്ടായിരുന്നു. മുഖം ഉൾപ്പെടെ മിക്ക ഭാഗങ്ങളും തെരുവു നായ്ക്കൾ ഭക്ഷിച്ച നിലയിലാണ്. ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് റബ്ബർ തോട്ടത്തിനു സമീപത്തെ കശുമാവിന്റെ ചുവട്ടിൽ മൃതദേഹം കണ്ടത്. ജീർണിച്ച നിലയിലായിരുന്നതിനാൽ ആളിനെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. എങ്ങനെയാണ് മരണം സംഭവിച്ചതെന്നും വ്യക്തമല്ല. ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം. ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് 75ലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണാവസരം. കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് 75 രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും. രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി 26, 27, 28 തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ. ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ.